കളയിലെ വില്ലൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ക്യാരക്ടറിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു? കളയിലെ വില്ലൻ ചെയ്യാൻ റെഫർ ചെയ്ത ടൊവിനോട് ചോദിക്കണം. ടൊവിയാണല്ലോ കളയിലെ വില്ലൻ ടൊവിനോട് ചോദിക്കണം. അത് ശരിയാണ്. നായകൻ വില്ലൻ അങ്ങനെ ഒരു തിരിച്ചറിയാൻ നമുക്കത് വേർതിരിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ മൂറിന്റെ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ ആ ഒരു കത്തിച്ച ചിരിയും നോട്ടവും ഏതെങ്കിലും റെഫറൻസ് ഇപ്പം രോഹിത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പോലും ഏതെങ്കിലും കഥാപാത്രങ്ങളെ ഇതുവരെ കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമയിൽ കഥാപാത്രം റെഫർ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ അട്ടപ്പാടിയിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇതിട്ട് വോയിസ് നോട്ട് കിട്ടിയായിരുന്നു. 4 വോയിസ് നോട്ടായിരുന്നു. അത് എല്ലാവർക്കും അത് തന്നെ അയച്ചു. അപ്പോൾ അത് കിട്ടിയ സമയത്ത് ഞാൻ ഇതിന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അപ്പോൾ തോന്നിയിട്ടുള്ള കാര്യമാണ്, ഈ പയ്യൻ എന്ന് പറയുന്നത് ഈ പട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഫുള്ള് ലോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ആ ഒരു ബ്രീത്ത് ഔട്ടിൻ്റെ ഒരു സാധനം ഉണ്ടാകുന്നു. ആ ബ്രീത്ത് ഔട്ടിലുള്ള ആ ഒരു ലോസ്റ്റ് പരിപാടിയാണ് ആ ചിരി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് ചിരിയായിരുന്നില്ല, അങ്ങനെ ഒരു സാധനം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ആൾ രോഹിത്തേട്ടന് അയച്ചു കൊടുത്തു. ഇതാണോ ഇയാളുടെ ഒരു ബേസിക്കായിട്ട് എപ്പോഴും ഉണ്ടാകുന്നൊരു ഇത് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, അല്ലടാ ഈ ചിരിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ചിരിയായിട്ടാണ് പുറത്ത് റീഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഞാൻ ചെയ്യുന്നത് ചിരിയല്ല, അത് മൊത്തം ലോസ്റ്റായ ഒരു സാധനമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ പിന്നീട് ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ അന്ന് എൻ്റെ അടുത്ത് രോഹിത്തേട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ അന്ന് പറഞ്ഞൊരു ചിരിയില്ല, അത് നീ ഇവിടെ ഇടുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഇട്ട് പിന്നെ അത് പിടിച്ചു പോയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അതിനെ ഞാൻ ആള് തന്നത് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ കൃത്യമായിട്ട് അത് ചില സ്ഥലങ്ങൾ ബോധപൂർവ്വം ഇട്ടിട്ട് പോയിട്ടുള്ളത്. അപ്പം ചെയ്യുമ്പോൾ ഇപ്പോൾ മൂറിൻ്റെ ഇൻപുട്സ് ഉണ്ടായിരുന്നു ക്യാരക്ടറിന് ഉണ്ടായിരുന്നു.